Exclusive collection from Best Brand Brahma Women's Exclusive Wear Payad Thiruvananthapuram. ഹലോ എവ്രി വൺ, വെൽക്കം ടു MT മലയാളം ട്യൂട്ടോറിയൽ. ഇവിടുന്ന് വന്ന് നേരെ വന്നിട്ട് താണ്ട ഇവിടെ വന്നിട്ട് ഈ ലെയർ അങ്ങ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കൺഫ്യൂഷനാവും. ഈ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഡോട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഈ ലൈൻസ് ഇങ്ങനെ എല്ലാം വന്നിട്ട് ബാക്ക് ചെയ്യുക. ഇവിടം വരെ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കീ കൊടുക്കുക. ഇവിടെ ഒരു കീ കൊടുത്തതിന് ശേഷം ഈ കോമ്പിൻ്റെ എൻഡ് അതിനെ ഇവിടെ പിടിച്ചിങ്ങോട്ട് നീക്കുക. ടക്ക് 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 ഉണ്ടാ, ഇവിടെ ഒരു ഡോട്ട് ഒരു കീ ഉണ്ട്. ഈ കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. എന്നിങ്ങനെ അറ്റത്ത് കൊണ്ടുപോവുക. ഇതിനെ സൂം ചെയ്ത് മാറ്റി 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 ഇവിടെ കൊണ്ടുവരിക. ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും, അതവിടെ വന്നങ്ങ് നിൽക്കും. ഇങ്ങനെ വന്ന് നിൽക്കും. അത് വന്ന് സ്റ്റോപ്പ് ആവണില്ലേ? അത് സ്റ്റോപ്പ് ആകുമ്പോൾ ഒരു വൃത്തിയില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറയിലുള്ള അനിമേഷൻ ടങ് 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 കുറച്ച് നീക്കണ്ട, ടൈമിൽ നിന്ന് കുറച്ച് നീക്കി വെച്ചോ. ടക്ക് ടക്ക് ഇതിങ്ങനെ വന്ന് വന്ന് പ്ലേ ആയിട്ട് അപ്പം ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു ചീറ്റിങ്ങാണ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെയർ അനിമേഷൻ നേരെ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ആവും. ഈ രണ്ട് ലെയറും അനിമേഷൻ ഒരേപോലെയാണ്. ഓക്കെ, രണ്ടും ഒരേ കോമ്പ് തന്നെയാണ്. ഒരേ കോമ്പിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ അനിമേഷൻ നേരെ വന്നിട്ട് ഇവിടെ നിൽക്കുകയും അതേ അനിമേഷൻ അതിൻ്റെ പുറകിലൂടെ നേരെ വന്നിട്ട് അങ്ങ് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ലൈൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫ്ലോ കിട്ടും. നോക്കിയോ പ്ലേ ഉണ്ട്, അതവിടെ നിൽക്കുകയും ചെയ്യും. അതിൻ്റെ മുകളിലൂടെ ലൈൻ ഇങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. കാരണം ഈ വെളിയിലുള്ള ലൈന് വെച്ചിട്ടാണ് ഇതുണ്ടായി വന്നതെന്നാണ് ഒരു ചിന്ത. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. ഉണ്ടാ ഒരു ഇതിന് വേണ്ടി നിൽക്കാവൂ. ഈ ലൈനിങ് ഒരു ഡിസൈനായിട്ട് വേണമെങ്കിൽ നമ്മൾ കൂട്ടാം, വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇന്ന് വേണം റൊട്ടേറ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇരിക്കുമെന്ന്. റൊട്ടേറ്റ് ചെയ്ത് കൊള്ളാമെങ്കിൽ കൺട്രോൾ എങ്ങനെ പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാം. ഇത് രണ്ടും സെലക്ട് ചെയ്യുക. 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും 6 മീൻസ് റൊട്ടേഷൻ കാണും. ലെഫ്റ്റ് ടെക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഈ മൂലയിൽ വരട്ടെ. എമ്മിൻ്റെ മൂലയിൽ വന്നപ്പോൾ ഒരു രസം ഇല്ല. ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം വെച്ചാൽ വേറെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ ലൈൻ ഉണ്ടെങ്കിൽ അനിമേഷൻസ് എപ്പോഴും വെർട്ടിക്കൽ ലൈനും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനും മാത്രം ലൈൻ ടൈപ്പ് ആയിരിക്കും. നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസൈൻ ഇതിനകത്തുണ്ടെങ്കിൽ ആ റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ മാത്രം സ്റ്റൈൽ അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള എഡ്ജുള്ള സ്റ്റൈൽ മാത്രമേ യൂസ് ചെയ്യാവൂ. അതാണ് ഡിസൈനിൻ്റെ ബേസിക് സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക് ടൈപ്പ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റൗണ്ട് ഉണ്ട്, കാരണം ഇവിടെ റൗണ്ട് മാത്രമേ ഡി റൗണ്ടാണ്, ഇവിടെ റൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് സ്റ്റൈൽ ഓഫ് ഡിസൈൻ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എം ഷാർപ്പ് എഡ്ജ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഷാർപ്പ് എഡ്ജ് മാത്രം യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ റൗണ്ട് അടിക്കാൻ പാടില്ല, റൗണ്ട് ഡോട്ട് അടിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ കർവുള്ളൂ, ബാക്കിയെല്ലാം വെർട്ടിക്കൽ ലൈനും സ്റ്റൈലും എല്ലാം ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ലൈൻസ് സ്റ്റൈൽ മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നെ നമ്മളിവിടെ മൗസ് കൊണ്ട് വെച്ചപ്പോൾ തന്നെ അതാണ്ട് സൈഡിലൊരു ഗ്രീൻ കളർ ലൈൻ വന്നിട്ടുണ്ടോ? കണ്ടോ ഈ ലൈൻ വന്നിട്ടുണ്ട്? അത് ഈ മാസ്കിൻ്റെ സെലക്ഷനാണ്. പക്ഷേ ആ സെലക്ഷൻ നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ? അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡോട്ട് ഇതിനെ പൊക്കിയെടുത്ത് ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ ഈ എന്താ പറയുക, ഈ സോളിഡിനെ എടുത്ത് വലിച്ചെടുത്ത് ഇതിനകത്ത് ഇടുക, ഇതിനെ പൊക്കിയെടുത്ത് ഇവിടെ ഇടുക. കണ്ടോ? അപ്പോൾ സോളിഡ് വന്നു. എന്നിട്ട് നമ്മളെന്താ പറയുക, ഇതിൻ്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഡബിൾ ക്ലിക്ക് എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് ചെറുതാക്കുക. ടക്ക് 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 ഇടാൻ വരെ മതി. ഇത് പഴയൊരു സ്റ്റൈലാണ്, പക്ഷേ എന്നാലും ഒരു രസം തോന്നുകയാണെങ്കിൽ നമുക്ക് കൊള്ളാമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ചൊന്ന് താത്ത് വെച്ചു. എന്നാൽ എങ്ങനെ ചെയ്യാമെന്നറിയാമല്ലോ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, കൺട്രോൾ Z ആണ് അടിച്ചത്, ബാക്ക് തിരിച്ചു പോകാൻ വേണ്ടി. അത് ഒട്ടുമിക്ക ബേസിക്കായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കൺട്രോൾ Z തന്നെയാണ്. ഇതിപ്പോൾ സോളിഡിലിട്ടു, ഇതിനെ ലോങ് പ്രസ് ചെയ്തു,
റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഡബിൾ ക്ലിക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത ലെയറിൽ വരും ഓട്ടോമാറ്റിക്കായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും എഡ്ജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫോം എഫക്റ്റ് വരും. എന്നിട്ട് ഷിഫ്റ്റ് ഇങ്ങനെ കൺട്രോൾ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഡ്ജെല്ലാം ഒരു സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാ എഡ്ജും ഇങ്ങനെ ചെറുതാവും. എന്നിട്ട് അങ്ങ് വിടുക. അപ്പോൾ ഇത് വിട്ടല്ലോ. ഇനി അടുത്ത എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രാൻസ്ഫോം എഫക്റ്റ് മാറും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളിവിടെ ഒരു എഫക്റ്റ് ഉണ്ട്, സ്ട്രോക്ക് എന്നടിക്കുമ്പോൾ ഈ സ്ട്രോക്ക് ഉണ്ട്. വേറെ 3D സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വേറെ എഫക്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ താൽക്കാലം ഇവിടെ ഡീഫാൾട്ടുള്ള 3D നോർമൽ സ്ട്രോക്ക് എടുക്കാം. ആ സ്ട്രോക്ക് എടുക്കുമ്പോൾ ചെറിയൊരു ഈ ലൈൻസ് മാസ്ക് എവിടെയാണോ അവിടെയെല്ലാം ഈ ഒരു ചെറിയൊരു സ്ട്രോക്ക് എഫക്റ്റ് വരും. അപ്പോൾ അതെടുത്തിട്ട് അതിന് നമുക്ക് സ്ട്രോ എഫക്റ്റ് മാത്രം മതി. ഈ ബ്ലാക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക നോ ഓൺ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുകണ്ട. ഓക്കെ, അത് മനസ്സിലാവണമെങ്കിൽ ഇതങ്ങ് മാറ്റി കൊടുക്കുക. മാസ്കിൻ്റെ മുകളിൽ കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവില്ല. പിന്നെ ഇതും കൂടെ അങ്ങ് മാറ്റി കൊടുക്കുക, ഡബിൾ സെലക്ട് ചെയ്യുക, ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ ഒരു ലൈൻ വന്നിട്ടില്ലേ? ഇപ്പോൾ ഈ ലൈനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ലൈന് ഭയങ്കര ചെറുതാണ്. പക്ഷേ സോളിഡിൽ എപ്പോഴും മാക്സിമം 2 ആണ് പറഞ്ഞത്. 1 വരുന്നവർ 1 ഇടും കഴിഞ്ഞാൽ വലിയ കാണാനൊന്നും വലിയ ക്ലിയർ ഒന്നും കാണില്ല. കുറച്ചുകൂടെ ക്ലിയർ ആണെങ്കിൽ 2 ഇടണം. ഓക്കെ, എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെലക്ട് ചെയ്യുക, Ctrl+Shift+C. അപ്പോൾ ലീവ് ആട്രിബ്യൂട്ട്സ് ഇൻ MD അങ്ങനെ പറയില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആട്രിബ്യൂട്ടും എല്ലാ എഫക്റ്റും അകത്ത് തന്നെ പോകണം. കാരണം ഈ മാസ്കിൻ്റെ ഈ സ്ട്രോക്കിൻ്റെ എഫക്റ്റ് അകത്ത് പോകണം. അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യണത്. ഓക്കെ, അല്ലെങ്കിൽ ഈ സോളിഡിൻ്റെ മുകളിൽ നമ്മൾ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടില്ല. ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് ഓഫ് ചെയ്ത് കിട്ടില്ല. മനസ്സിലായോ? വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ സബ്സ്ട്രാക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എഫക്റ്റ് ഇട്ടുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നമുക്ക് അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളെ കട്ട് വേണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇട്ടാക്കും. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഏതെങ്കിലും ഒരു മാസ്ക് എടുത്ത് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക്. അപ്പോൾ ഈ മാസ്കിൽ വന്നു എന്നറിയാൻ വേണ്ടി ഈ സെലക്ഷൻ കൊടുക്കുക, മാസ്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ടക്ക് 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 സൈഡിൽ നിന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സെൻറ്ററിൽ പിടിച്ച് ഇങ്ങനെ മാറ്റുക. എന്നിട്ട് സബ്സ്ട്രാക്റ്റ്. ഓക്കെ, എന്നിട്ട് പിന്നെയും ഡബിൾ ക്ലിക്ക്, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് വേണ്ട ഈ മൗസ് ഇവിടെ അല്ല കുറച്ച് പുറകിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അപ്പോൾ ഇതിനെ നേരെ എന്നിട്ട് പിന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ സ്നാപ്പാവും. ഉണ്ടോ? കറക്റ്റ് സ്നാപ്പായി. എന്നിട്ട് പിന്നെ അടുത്ത പിന്നെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നീക്കുക. പിന്നെ നമ്മൾ ഈ മാസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളതിനെ കോപ്പി ചെയ്തില്ലേ? ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, Ctrl+D. അപ്പോൾ മാസ്കിൻ്റെ ഒരു കോപ്പി ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക്, റൊട്ടേറ്റിംഗ് മോർച്ച് വെളിയിൽ കൊണ്ടുവരിക, കൺട്രോൾ പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് റൊട്ടേറ്റ് അടിക്കുക. അപ്പോൾ കറക്റ്റ് മുകളിൽ വന്നു. കണ്ടോ? എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക, ഷിഫ്റ്റ് വിടുക, എന്നിട്ട് നേരെ ഇങ്ങനെ കൊണ്ടുവരിക. ഒരു വിധം ഇങ്ങനെയൊക്കെ മതി. ഇങ്ങനെ മതിയോ? ഇങ്ങനെ മതി. ഇത്ര വരെ എത്തി മതി. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്യണ പോലെ ഒരു ഇതായി. അത് കൊള്ളാമോ എന്ന് എനിക്കത്ര ഒരു സുഖം തോന്നിയില്ല. എന്നാലും ഇതിനെ പിടിച്ചിട്ട് കുറച്ച് ഇതിനെ കുറച്ച് ചെറുതാക്കി നോക്കാം. എസ് പ്രസ് ചെയ്തിട്ട് ചെറുതാക്കി നോക്കാം. അത്ര പോരാ. 50. കുറച്ച് ഓപ്പോസിറ്റ് കുറച്ചെടുത്താലോ? ഓപ്പോസിറ്റ് കുറച്ചെടുത്താലും എത്ര? 25. ഇപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു രസം തോന്നുന്നു. എന്നിട്ട് അത്ര സുഖം തോന്നുന്നില്ലാണെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ എസ് അടിക്കുക, കുറച്ചുകൂടെ വലുതാക്കി വയ്ക്കുക. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ ഇരിക്കട്ടെ ഡിസൈൻ. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡീര് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വെളിയിലോട്ട് പോകണം. അപ്പോൾ അടിപൊളിയായിരിക്കും. ഡീര് അവിടുന്ന് തുറന്നിട്ട് കുറച്ച് കളേഴ്സ് ഇങ്ങനെ പോകണം. ഈ മാസ്ക് അനിമേഷൻ കൊടുക്കണമെങ്കിൽ എം പ്രസ് ചെയ്യുക, U1 സെക്കൻഡിൽ വരിക. എന്നിട്ട് ഇതാണ്ട് ഇത് രണ്ടും ഒറ്റയടിക്ക് ഓൺ ആക്കുക. കാരണം വെച്ചാൽ ഇതിൽ മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മാസ്കാണുള്ളത്. അപ്പോൾ ആനിമേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക, ഈ സൈഡിലുള്ള സൂം ചെയ്യുക, ഇങ്ങനെ പോട്ടെ.
അടുത്ത ഈ ഈ സാധനം ചെയ്യുക, ഡബിൾ ക്ലിക്ക്, എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നീക്കുക. ഇല്ല, ഇനിയുണ്ട്. അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടെ നീക്കി കൊടുക്കുക. ഉണ്ടോ നോക്കാൻ വേണ്ട ഡീസെലക്ട് ചെയ്യുക. ഇനി ചെറിയൊരു ഡോട്ടുണ്ട്, അതിനെ പിടിച്ച് കുറച്ചുകൂടെ നീക്കി കൊടുക്കുക. യെസ്, കംപ്ലീറ്റഡ്. എന്നിട്ട് ഇവിടുന്ന് പ്രസ് ചെയ്യാം, ഉണ്ടോ? എന്നിട്ട് ഇവിടുന്ന് സ്പേസ് ബാർ ചൊക്കി വെക്കുക. അപ്പോൾ അത് വരുമ്പോൾ കുറച്ചുകൂടെ സ്പീഡായിട്ട് വന്നിട്ട് ഭയങ്കര സ്ലോ. ഇവിടുന്ന് ഫുൾ 2 സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് സാധാരണ ചുമ്മാ മൂവ് ചെയ്ത് വയ്ക്കുക, ഇങ്ങോട്ട് നിൽക്കുക. എന്നിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഈ മാസ്കിൻ്റെ എഫക്റ്റ് എല്ലാം ഈ മാസ്കിൻ്റെ കാണാതാവും. എന്നിട്ട് കാണാൻ വേണ്ടിയാണ് മാസ്ക്, ജസ്റ്റ് നമ്മുടെ ഒരു ഇതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ അങ്ങ് ഓഫ് ചെയ്യുക. നമുക്കത് വേണ്ട, കാണണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ F9 പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു എഫക്റ്റ്, ഒരു സ്മൂത്ത് എഫക്റ്റ് ഇടും. ഇതിനെ പിടിച്ചിട്ട് കുറച്ചുകൂടി നീക്കി വയ്ക്കുക, സ്പേസ് ബാർ പ്രസ് ചെയ്യുക. അത് ഭയങ്കര സ്പീഡായിപ്പോയി. എന്നിട്ട് ഇതിനെ പിടിച്ച് കുറച്ച് നീക്കി വയ്ക്കുക, അതിന് കുറച്ച് നീക്കി വയ്ക്കുക. ഇത് വന്നതിന് ശേഷം വന്നാൽ മതി. സ്പേസ് ബാർ ആ ഒരു ഫ്ലോ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് പ്ലേ ചെയ്യുക. കുറച്ചുകൂടെ വലുതായിരുന്നോട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. അത്ര പോരാ, കുറച്ചുകൂടെ ഒപ്പാസിറ്റി പിന്നെ ഒരു 10 അടിച്ച് നോക്കണം. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അവിടെ ഇരുന്നോട്ടെ. എസ് പ്രസ് ചെയ്യുക, സെലക്ട് ചെറുതാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക. ഇത് കൊള്ളാം. എനിക്ക് തോന്നുന്നു ഒരു 20. എനിക്ക് തോന്നുന്നു ഇത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കുറവും ഈ റൈറ്റ് സൈഡിൽ കുറച്ച് വലുതാണ്. അപ്പോൾ ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. കുറച്ച് ഇപ്പോൾ സെൻറ്ററിൽ പോലെ ആയി അല്ലേ. നിങ്ങൾ സെൻറ്റർ പോയിൻ്റ് നോക്കണ്ട, ഈ രണ്ടിലുള്ള ഒബ്ജക്റ്റ് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ഫിറ്റ് ആവുന്നുണ്ടോ നോക്കിയാൽ ഇങ്ങനെ ഒരു നോക്കില്ല. കുഴപ്പമില്ല. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ, എൻ്റെ ഒന്ന് പ്ലേ ചെയ്തേക്കാൻ മതി. ഇങ്ങോട്ട് നീക്കി വയ്ക്കുക, കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. നോക്കാം. ഒറ്റ പ്രസ് ക്ലിക്ക്, പിന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് C, എല്ലാ കോംബോ, എല്ലാ എഫക്റ്റും, എല്ലാ കാര്യങ്ങളും അകത്ത് പോട്ടെ. ഓക്കെ, നേരെ അകത്ത് കയറി പോയി. എന്നിട്ട് നേരെ MD ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇത് യൂസ് ചെയ്യുന്ന MDയിലോട്ട് പോകണം. MD ഇല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് നമുക്ക് നേരെ വേണ്ട എവിടെ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താലും മതി. അതല്ല ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ലെയർ നോക്കിയാണെങ്കിൽ പോകണം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കൊരു കളർ കൊടുത്താലോ. കൺട്രോൾ D, പിന്നെ കൺട്രോൾ D കൊടുത്തിട്ട് ഇതിനെ ഒരു ഫ്രെയിം നീക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് F പ്രസ് ചെയ്യുക, ഫില്ല്. ഇവിടെ എഫക്റ്റിൽ പോയി FILL ഫിൽ. എന്നിട്ട് നേരെ കളർ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്ലിക്ക്, സെലക്ട്. പിന്നെ ഇവിടുന്ന് നേരെ നമുക്കൊരു പ്രത്യേകതരം കളർ കൊടുക്കുക. ഇത് കൊടുക്കുക. അല്ലേ വേണ്ട, നമുക്ക് മഞ്ഞ കൊടുത്താലോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ലെയറിനെ പിടിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം. അത്ര ശരിയായില്ല, കുറച്ച് മുകളിലോട്ട് നിൽക്കുകയായിരുന്നോ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ MD മാത്രം മതി. അല്ലേ വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഒന്നിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് കോമ്പിൽ ഇട്ടിട്ട് ശേഷം ഒരു കോമ്പിൽ ഇടുക. എല്ലാ എഫക്റ്റ് എല്ലാം അകത്ത് പോട്ടെ. നേരെ ഇവിടെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു മാസ്ക് എടുക്കുക. ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കൺട്രോൾ D. എന്നിട്ട് ഇതിനെ ഈ ഒരു പുറകുള്ള മാസ്കിനെ നേരെ എടുത്തിട്ട് സബ്സ്ട്രാക്ട്, വെളിയിലുള്ള മാസ്കിനെ എടുത്തിട്ട്
ആഡ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിന് ഓണായി കൊടുത്താൽ ഉണ്ടാവും. മുകളിലത്തെ ലെയർ കട്ട് ചെയ്ത് താഴത്തെ ലെയർ ഇങ്ങനെ ആക്കി. എൻ്റെ മുകളിലത്തെ ലെയറിന് എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കാം. എഫക്റ്റ് എന്താ കൊടുക്കേണ്ടത്? കാർഡ് വൈപ്പ് ഇതിനെ പിടിച്ച് ഇതിനകത്തിട്ട് കൊടുക്കുക. കുറച്ചും കൂടി നീക്കി വയ്ക്കുക. ഓക്കെ, സ്പേസ് ബാർ പ്രസ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അനിമേഷൻ. ഇങ്ങനെ വന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ വന്നതിന് ശേഷം ഇതങ്ങ് ഇളവി അങ്ങ് പോവുക. അങ്ങനെ എന്നാൽ കുറച്ചും രസമായിരിക്കും അല്ലേ. ഇതിപ്പോൾ പൊസിഷൻ കണ്ടുപിടിച്ച് വന്നിട്ട് ഏതാണ്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കയറ്റി കുറച്ച് വെളിയിലോട്ടാക്കി വയ്ക്കുക. കുറച്ച് വെളിയിലോട്ടാക്കി വെച്ച് എന്നിട്ട് നാണ്ട എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ പ്രസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് റീസെറ്റ് എങ്ങനെയാണെന്ന് നോക്കി. കറക്റ്റ്, യെസ്, ഡൺ. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീസെറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് റീസെറ്റ് ആണെന്ന് എനിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് അനിമേഷൻ കീ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് യു പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഇവിടുന്ന് നേരെ ഇവിടെ വരും. ഇത് വന്ന് സെറ്റിലായതിന് ശേഷം ഇത് കട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത് വന്ന് സെറ്റിലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എവിടെ സെറ്റിലാവും. അപ്പോൾ കണ്ട ഭയങ്കര സ്ലോ ആണ്. അനിമേഷനൊക്കെ ഭയങ്കര സ്ലോ ആണ്. ചെറിയൊരു സ്ലോ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇത് പിടിച്ചിട്ട് ഫയലെടുത്തിട്ട് ക്വാർട്ടർ ബ്ലറായിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് പ്ലേ ചെയ്യും. ഇവിടെ വന്നതിന് ശേഷം മതി ചെറിയ ആൾ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ആക്കുക കൊണ്ട് പോകണം. ഇവിടെ നിന്നതിന് ശേഷം അതിങ്ങനെ അനിമേഷൻ ഇങ്ങനെ വെളിയിലോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ പോകണം. കുറച്ചുകൂടെ സ്മൂത്ത് ആയിക്കോട്ടെ. സ്പേസ് ബാർ പ്രസ് ചെയ്യുക, പ്ലേ ചെയ്യുക, പ്ലേ ചെയ്യുക, പ്ലേ ചെയ്യുക, പ്ലേ ചെയ്തിട്ട് കുറച്ച് സ്മൂത്താക്കി വെക്കാനാണ്. ഇതിനെ സെലക്ട് ചെയ്ത് ഈ മാസ്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കർവ് എടുത്തിട്ട് പോയി കുറച്ചും കൂടെ സ്മൂത്തായി കൊടുക്കുക. പ്ലേ കണ്ടോ. എന്നിട്ട് കുറച്ചുകൂടെ സ്മൂത്തായി ഇങ്ങനെ പോകും. ഉണ്ടോ സ്മൂത്തായി. പ്ലേ ഉണ്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ഇതിപ്പോൾ ചെറിയൊരു ലൈന് കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്ലർ ഇതിട്ടാണ് ക്വാർട്ടറിലുണ്ട്. അപ്പോൾ ഫുൾ ഇട്ട് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. യെസ്, ലൈനില്ല, ലൈന് കാണാനില്ല കണ്ടോ. അപ്പോൾ നമുക്ക് കൊള്ളാം. ഇനി പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ സ്പേസ് ബാർ ഇങ്ങോട്ട് വെച്ചിട്ട് പ്ലേ ചെയ്യാണ്. വിൽ സി. ഇത് റാം പ്രിവ്യൂ ആണ്. നമ്മുടെ സോഫ്റ്റ് സിസ്റ്റത്തിൽ എത്ര റാം ഉണ്ടോ അതിനനുസരിച്ചാണ് ഇത് വർക്കാവുന്നത്. ഇപ്പോൾ എൻ്റെ 32 GB റാം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പ്ലേ അത് പോകുമ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്നത് ഇതിങ്ങനെ പോയി ഇങ്ങനെ ആ ഒരു പീക്ക് ലെവലിൽ എത്തുമ്പോൾ മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ആക്കി. നോക്കുവാണെങ്കിൽ വേറെ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കുറച്ച് കളറിങ്ങനെ ചാടണം. ഇതിങ്ങനെ പൊട്ടുമ്പോൾ ഈ രണ്ട് സൈഡിലൂടെയും ചെറിയ കളറിങ്ങനെ ചാടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്ക് അതിന് കുറേ അഡ്വാൻസ്ഡ് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലോട്ട് പോവാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നാണ് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു എവറി വൺ. 3 സെക്കൻഡ് അനിമേഷൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അടിക്കുക. ഓക്കെ, പ്ലേ ഇവിടെ വെച്ചിട്ട് എനിക്ക് ഇത്രയും മാത്രം അനിമേഷൻ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ബി. ഇല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ അറ്റത്തിരിക്കും. നമ്മളിങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ആൾ ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടുന്ന് നേരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. പ്ലേ
കാരണം അതിനകത്ത് മാത്രമേ പ്ലേ ആവുള്ളൂ. കണ്ടില്ലേ, നമ്മൾ എങ്ങനെ ചെയ്താലും ഇതിനെ സെൻറ്റർ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് സീറോ പ്രസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം റെൻഡറായിട്ട് മാത്രമേ പ്ലേ ആവുള്ളൂ. അത് നമ്മൾ ഇവിടുന്ന് പ്ലേ ആവുള്ളൂ. ഓക്കെ, നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന സാധനത്തിനകത്ത് പ്ലേ റെൻഡർ ചെയ്യുമ്പോഴും ഇതിനകത്തേ റെൻഡർ ആവുള്ളൂ. അതാണ് വർക്ക് ഏരിയ. ഇത് വർക്ക് ഏരിയ എന്ന് പറയും. ഈ വർക്ക് ഏരിയ നമുക്ക് ഇത്രയും വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് റെൻഡർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ അത്രയും റെൻഡർ ആവുള്ളൂ. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. നമ്മൾ ഇവിടുന്ന് റെൻഡറായിട്ട് അയ്യോ റെൻഡറാവുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഫ്രെയിമേ റെൻഡറാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കണം. ഇപ്പോൾ നോക്കുമ്പോൾ വേണ്ട ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നാക്കുക. ഇവിടുന്ന് അനിമേഷൻ എത്രയുള്ളൂ അത്രയും മാത്രം മതി. നേരെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ 3 സെക്കൻഡിൽ മാത്രം മതി. 3 സെക്കൻഡ് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ചെറിയൊരു ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും 3 സെക്കൻഡ് വേണം. അപ്പോൾ ഓക്കെ, അവിടെ വന്നിട്ട് എൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാത്രമേ കാണുള്ളൂ. നമുക്ക് 1 മുതൽ മതിയെങ്കിൽ ഇവിടെ 1 കൊണ്ടുവയ്ക്കുക. 1 ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ കറക്റ്റ് 1 കൊണ്ടാവും. സ്നാപ്പ് ആവും. ചെറിയ സ്നാപ്പ് എഫക്റ്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ട് അതിനകത്ത്. എന്നിട്ട് ബി പ്രസ് ചെയ്യുക. ഓട്ടോമാറ്റിക് ഇത്ര മാത്രമേ റെൻഡർ ആവുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ ഫുള്ള് സ്റ്റാർട്ടിങ് മുതൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ വേണം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർത്ത് ആഫ്റ്റർ എഫക്ട്സ് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒട്ടുമിക്ക എല്ലാം നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. ചെയ്ത ഈ ക്ലാസ് എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് 2-3 പ്രാവശ്യം കണ്ടാൽ മതി. ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സിന് ഒട്ടുമിക്ക എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചാനലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഫിലിമിലും പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മോഷൻ ഗ്രാഫിക്സിൽ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെ യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ TV ചാനൽ എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ള കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. Hello everyone, welcome to MT Malayalam tutorial. സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യും. റാം പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഈ ബാൻഡിങ് ഉണ്ട്. ആ ബാൻഡിങ് വരാതിരിക്കാൻ വേണ്ടി, ബാൻഡിങ് മീൻസ് ഒരു ചെറിയൊരു റൗണ്ട് ഉണ്ടല്ലോ. അതെന്ന് വെച്ചാൽ ഡെപ്താണ് നോക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഡെപ്തിൻ്റെ കാര്യം കൊണ്ടാണ് അത് പ്രശ്നം. നമുക്കത് കുറയ്ക്കാൻ വേണ്ടി ആൾട്ട് പ്രസ് ചെയ്തിട്ട് 8 പ്രസ് ചെയ്യുക. ഇതിനകത്തുണ്ട് 8 ബിറ്റ് പെർ സെക്കൻഡ്. നമുക്കൊരു 816 ആക്കാം. 16 ആകുമ്പോൾ കുറച്ച് കുറയും, ചെറിയൊരു ഡിഫറൻസ് വരും. അപ്പം അതിന് കഴിച്ചു എന്ന് വെച്ചാൽ നമുക്ക് വേറെയും പരിപാടികളുണ്ട്, നമുക്ക് കുറയ്ക്കാനുള്ള പരിപാടികളുണ്ട്. ഇത് റാമ്പ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഔട്ട് എങ്ങനെ നടക്കും എന്നുള്ള കാര്യം എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് Ctrl M, നമ്മളിപ്പോൾ ഏത് ലെയറാണോ വേണ്ടത് ഈ ലെയറിൽ വെച്ച് റെൻഡർ ചെയ്യുകയാണെങ്കിൽ Ctrl M പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റെൻഡർ ക്യൂവിലോട്ട് ഇത് പോവും. എന്നിട്ട് ബെസ്റ്റ് സെറ്റിങ്സിൽ കേട്ടോ, ബെസ്റ്റ് സെറ്റിങ്സ് ഇടുക, ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, ബെസ്റ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഇതിപ്പോൾ എടുക്കണ്ട. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ബെസ്റ്റ് സെറ്റിങ്സ്, അത് ടോപ്പ് സെറ്റിങ്സാണ് മെയിനുള്ളത്. അത് കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ ഈ സൈഡിൽ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിവിടെ ഓൾറെഡി പ്രീസെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. JPG, PNG, ക്വിക്ക് ടൈം MOV, പിന്നെ ക്വിക്ക് ടൈം MOV ആൽഫ എന്ന് പറഞ്ഞ 4 ഉണ്ട്. അതൊരു സെറ്റിങ്സാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ അത് കൊടുക്കുന്ന പകരം ഞാനിവിടെ ഇപ്പോൾ ഈ ലോസ്ലെസ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ AV ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ മറ്റേ ഫോർമാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ക്വിക്ക് ടൈം ഉണ്ട്, ഫോട്ടോഷോപ്പ് ഉണ്ട്, PNG ഉണ്ട്, JPG ഉണ്ട്, TIFF ഫയൽ, ടാർഗറ്റ് ഫയൽ. മുമ്പ് ടാർഗറ്റ് ഫയലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ PNG എല്ലാം യൂസ് ചെയ്ത് തുടങ്ങി. ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഫയൽ. ഇത് ടാർഗറ്റ് ഫയൽസ് എനിക്ക് തോന്നുന്നു സ്മോക്കിൽ വേണമെങ്കിൽ ടാർഗറ്റ് ഫയൽസായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ പണ്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, കമ്പൽഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയറിൽ എനിക്ക് തോന്നുന്നു സീക്വൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ PNG, JPG, ടാർഗ സീക്വൻസ്, TIFF സീക്വൻസ്, ഇത് സീക്വൻസ് ഫയൽ റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഓരോരോ ഫ്രെയിമും ഓരോരോ ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ടാർഗ സീക്വൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഫയൽസ് എല്ലാം കൊടുക്കുന്നത് ക്വിക്ക് ടൈംസിലാണ്. ക്വിക്ക് ടൈംസിൽ വരുന്ന നല്ല ക്വാളിറ്റിയാണ്. അത് മറ്റേ ക്വിക്ക് ടൈം നമ്മുടെ ആപ്പിളിൻ്റെ ആണ് സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൻ്റെ ഇത് സപ്പോർട്ടീവായിട്ട് വരുന്ന ഇപ്പോൾ എല്ലാം ക്വിക്ക് ടൈം എല്ലാം ഇൻബിൽട്ടാണ്. മുമ്പ് നമ്മൾ ക്വിക്ക് ടൈം ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു, എന്നാൽ മാത്രമേ അതിനകത്ത് ക്വിക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ. കാരണം FCP നമ്മളിപ്പോൾ TV ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിക്സിൽ നിന്ന് റെൻഡർ ചെയ്ത് നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ FCPയിൽ എടുക്കണമെങ്കിൽ ക്വിക്ക് ടൈമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ക്വിക്ക് ടൈമിൽ പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്വിക്ക് ടൈം പിന്നെ വന്നത്. പിന്നെ RGB നമുക്ക് ആൽഫയുണ്ട്, RGB പ്ലസ് ആൽഫ ഉണ്ട്. ആൽഫ എന്ന് വെച്ചാൽ ഓൺലി ട്രാൻസ്പെറൻറ്റ് മാത്രം സംഭവമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയും ചെയ്യാൻ പറ്റും. അല്ല ട്രാൻസ്പെറൻറ്റ് കൊടുക്കുന്ന സാധനമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആൽഫ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്, ആൽഫ എന്താണ്, RGB ആൽഫ എന്താണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. RGB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കളർ എല്ലാം ഉള്ള ഒരു ഫ്രെയിമിൽ കളറെല്ലാം ഉണ്ടെങ്കിൽ RGB ഇത് ചാനൽ
എന്ന് നമ്മൾ കൊടുത്താൽ മതി. പിന്നെ അതിൽ ആൽഫ, അതായത് നമ്മളിപ്പോൾ ചില മാറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ, മീൻസ് അതിനകത്ത് 2 കളറേ കാണുള്ളൂ, ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് 2 കളറുള്ള ഒരു സംഭവം എടുക്കുന്ന റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള ചാനലാണ് ആൽഫ. RGB പ്ലസ് ആൽഫ എന്ന് വെച്ചാൽ നമ്മൾ കളറും കാണും, അതേ സമയത്ത് ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റ് സെപ്പറേറ്റ് റെൻഡർ എടുക്കാൻ വേണ്ടിയാണ് RGB പ്ലസ് ആൽഫ. ഓക്കെ, കളറും വേണം, അതേസമയത്ത് ആൽഫ ട്രാൻസ്പെറൻറ്റും ആയിരിക്കണം. അത് വേറെ പ്രത്യേകിച്ച് ക്വിക്ക് ടൈം, വേറെ പ്രശ്നം JPGയിൽ ഓട്ടോമാറ്റിക് ഇതിൽ വരില്ല, ആൽഫസ് ഒന്നും വരില്ല. ഓക്കെ, അത് പറഞ്ഞത് ഓൺലി ക്വിക്ക് ടൈംസിൽ വരും. പിന്നെ എന്താ പറയുക, ടിഫ് സ്റ്റാർഗ സീക്വൻസിൽ PNG ഫയൽസിലൊക്കെ നമുക്ക് ആൽഫ കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ആൽഫ വേണ്ട, നമുക്ക് RGB മാത്രം മതി. ഓക്കെ, പ്രീ മൾട്ടിപ്പിൾ മാറ്റർ, അൺമാറ്റ്, മാറ്റഡ്, അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവം എന്ന് വെച്ച്. പിന്നെ ബേസിക്കായിട്ട് ഈ സെറ്റിങ്സ് നമ്മൾ ഈ ഫയൽ ഇപ്പോൾ HDയിലാണ് ചെയ്തിരിക്കുന്നത്, ഫുൾ HD, അതായത് 1920 കൊണ്ട് 1080 നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കത് റെൻഡർ ചെയ്ത് ചെറിയ റെൻഡർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1920 കൊണ്ട് 1080 നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് 960 റെൻഡർ ചെയ്യണമെങ്കിൽ 960 റെൻഡർ ചെയ്ത് തരും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫോർമാറ്റ് ഓപ്ഷനിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ കോഡക്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ കോഡക്ക് ഏതാണ്, വീഡിയോ കമ്പസ് ചെയ്യുന്ന ഏത് സ്റ്റൈലാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ H.264 മറ്റേ ഇതാണ് ചെയ്യുന്നത്. ഏത് H.264 ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കാരണം വെച്ചാൽ മറ്റേ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് H.264 ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും. പിക്സലേഷൻ എന്താ പറയുക വരാതെ ക്വാളിറ്റി റെൻഡർ ചെയ്യണമുള്ള കാര്യങ്ങളാണ് ഇത് റെൻഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ പ്രാവശ്യം ഉണ്ട്. ഇപ്പോൾ നോർമലി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ അനിമേഷൻ യൂസ് ചെയ്യും. അനിമേഷൻ ഇപ്പോൾ ഭയങ്കര സൈസ് ആയതുകൊണ്ട് അനിമേഷനിൽ നമ്മൾ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ പഴയ ഒരു കോഡക്കാണ്. ക്വിക്ക് ടൈം എന്ന് വെച്ചാൽ ഒരു ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിൽ ഏത് കംപ്രഷൻ വേണമെന്ന് പറയും. ആ കംപ്രഷനാണ് ഏത് രീതിയിലാണ് നമുക്ക് കുറയ്ക്കേണ്ടതെന്ന് സൈസ് വേണ്ടത്. അപ്പോൾ ഇത് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാത്തിലും നിങ്ങൾക്ക് വർക്കാകാൻ പറ്റും. ഓക്കെ, പക്ഷേ ഫയൽ ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ProRes 4444. ഓക്കെ, ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, ഇത് കൊടുത്തിട്ട് RGB മൾട്ടിപ്പിൾ മാറ്റഡ്. ഓക്കെ, ഇത് ഇവിടെ ഔട്ട്പുട്ട് ഓട്ടോ കൊടുക്കുക. കാരണം വെച്ചാൽ ഇതിനകത്ത് ഓഡിയോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവും. ഓക്കെ, ഓഡിയോ വേണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയോ ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഓക്കെ ഓട്ടോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അതിനകത്ത് ഓഡിയോ വന്നോളും, വിത്ത് ഓഡിയോ വരും. ഓക്കെ, സീക്വൻസിൽ നമ്മൾ ഈ ഓഡിയോ പ്രതീക്ഷിക്കേണ്ട കിട്ടില്ല. ഓക്കെ, ഫോർമാറ്റ് ഓപ്ഷൻസ് നമുക്ക് ഫോർമാറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഓഡിയോയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഫോർമാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാം. വീഡിയോ കോഡക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും ഇതും ചേഞ്ച്. പിന്നെ വേറെ വെച്ചാൽ നമുക്ക് ഇതിനെ ഈ സെറ്റിങ്സിന് നമ്മളിപ്പോൾ ചെയ്ത സെറ്റിങ്സ് അത് ചിലപ്പോൾ എല്ലാവർക്കും മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. മേക്ക് ടെംപ്ലേറ്റ്, നമുക്കൊരു ടെംപ്ലേറ്റായിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പോൾ ProRes എന്നുള്ള ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ 444 ടെസ്റ്റ് അല്ലെങ്കിൽ വേണ്ട നമ്മൾ MD എന്നിട്ടെല്ലാം മതി. ഓക്കെ, എന്നിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ചെക്ക് ചെയ്യുക കറക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണോ എന്നുള്ള. ഫോർമാറ്റ് ഓപ്ഷൻസ് ProRes എല്ലാം കറക്റ്റാണ്. ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് കയറിയിട്ട് ആപ്പിൾ ProRes ടെസ്റ്റ് എഡിറ്റ്, അത് ഞാൻ എൻ്റെ രീതിയിൽ എഴുതിയിട്ടെന്നേ ഉള്ളൂ, മനസ്സിലാകാൻ വേണ്ടി എഴുതിയിട്ടെന്നുള്ളൂ. എന്നിട്ട് ഓക്കെ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളെന്താ പറയുക ഇതിനകത്ത് പോകുക, എന്നിട്ട് Ctrl+M അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റെൻഡർ ക്യൂവിൽ വരും. റെൻഡർ ക്യൂവിൽ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക ബെസ്റ്റ് സെറ്റിങ്സ്, പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ആരോയിൽ ക്ലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി പഴയ നമ്മൾ ചെയ്ത ടെസ്റ്റ് എല്ലാം കാണണ്ട. ഈ സെറ്റിങ്സ് ഓൾറെഡി സെറ്റ് ആയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ടെസ്റ്റ്. പിന്നെ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക കോംബോ സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്. ക്ലിക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ MD എന്താ പറയുക 29 ഇതിനകത്ത് സേവ് ചെയ്യണമെങ്കിൽ ഡെസ്ക്ടോപ്പാണ് എവിടെയാണ് സേവ് ചെയ്തതെന്ന് കുഴപ്പമില്ല. എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ഡേറ്റ് 31 മെയ്. ഓക്കെ, സേവ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റെൻഡർ കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സ് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ മുകളിൽ
ഈ ബ്ലൂവിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുവരുമ്പോൾ അത് വൈറ്റ് കളറാവും. ക്ലിക്ക് ഓട്ടോമാറ്റിക് നമുക്ക് കാണാൻ പറ്റും. ക്വിക്ക് ടൈം, ഫോർമാറ്റ് ഓപ്ഷൻ, ക്വിക്ക് ടൈം, RGB, മില്യൺസ് ഓഫ് കളേഴ്സ്, പ്രൂവ് മൾട്ടിപ്പിൾ മാറ്റഡ് ഫോർമാറ്റ് ഓപ്ഷൻസ്. ഓക്കെ, ഇതാണ് ബേസിക് സെറ്റിങ്സ്. ഓക്കെ, ഓഡിയോ ഓട്ടോ ഓഡിയോ കൊടുക്കുക, എന്നിട്ട് വെക്കുക. എന്നിട്ട് അതിന് മുമ്പ് നമ്മൾ വേറെ കാര്യം ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര സ്ഥലമാണ് റെൻഡർ ചെയ്യേണ്ടത്. ഇവിടെ മുതൽ റെൻഡർ ചെയ്താൽ മതി. നമ്മളിതിപ്പോൾ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ റെൻഡർ ആവും. ഇത് റെൻഡർ ഏരിയ ആണ് ആക്ച്വലി. നമ്മളിപ്പോൾ മൗസ് കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ അതൊക്കെ വർക്ക് ഏരിയ. ഇത്രയാണ് ഈ വർക്ക് ഏരിയ മാത്രം റെൻഡർ ആയാൽ മതിയെങ്കിൽ അത് മാത്രമേ റെൻഡർ ആവുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ റാം പ്രിവ്യൂ അടിക്കണമെങ്കിൽ സ്പേസ് ബാർ അടിച്ചിട്ട് റാം പ്രിവ്യൂ അടിക്കണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വന്നേ നിൽക്കുകയുള്ളൂ. മനസ്സിലായോ? ഓക്കെ, പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഔട്ട്പുട്ട് കൊടുക്കണമെങ്കിൽ MD ക്ലിക്ക്, ബ്ലൂവിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ MD 31st MD നടക്കുക. ഫയലിൻ്റെ നെയിം കൊടുക്കുക. ക്വിക്ക് ടൈം ഫോർമാറ്റ് ഓൾറെഡി ആണ് നമ്മൾ ചെയ്തുകൊണ്ട് സേവ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ 16 MPS ചെയ്ത് MB/16 bit/second ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് 32 ആയി കൊടുക്കാം. ചില സാധനങ്ങൾ 32 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറൊക്കെ ചില ഡിഫറൻസ് വരും. ഇതിനകത്ത് ഇപ്പോൾ ചില ലൈറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര നേരെ ഇരട്ടി കളറും ചില ബ്ലീച്ചൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒന്നിൽ 32 വെച്ച് 32 ഇട്ട് മറ്റേ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ 8 വർക്ക് ചെയ്തതിന് ശേഷം 16 റെൻഡർ ചെയ്യാണ് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, ക്ലിക്ക് റെൻഡർ. ഇപ്പോൾ റെൻഡർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഫയലിൻ്റെ സൈസ് കൂടും. അപ്പോൾ നമ്മൾ ആദ്യം പോയി ചെക്ക് ചെയ്യുക ഫയൽ സൈസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. MD പോയിട്ട് 31st. ഓക്കെ, 31st ക്ലിക്ക് ചെയ്യുമ്പോൾ മീൻസ് ഡെസ്ക്ടോപ്പിൽ പോവുക. ഞാൻ ഡെസ്ക്ടോപ്പിൽ MD പോവുക. 31st മെയ്. ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് റെൻഡറിങ്ങിൻ്റെ പാർട്ട് ഞാൻ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. ആക്ച്വലി മുമ്പത്തെ മറ്റേ പഴയതെല്ലാം ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ റെൻഡറും കൂടെ കാണിക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് റെൻഡർ സിസ്റ്റത്തിൻ്റെ ഫാസ്റ്റ് അതനുസരിച്ച് ഇത് കംപ്ലീറ്റ് റെൻഡർ ആവുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ്. 1 മിനിറ്റ് ഇവിടെ എസ്റ്റിമേറ്റ് ടൈം എടുത്തിട്ടുണ്ട്. എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആവുമെന്ന്, എത്ര കഴിഞ്ഞു എന്നുള്ള റെൻഡർ. പിന്നെ DK ലൊക്കേഷൻ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ കറണ്ട് ലൊക്കേഷനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്കിൽ എത്ര സ്പേസ് ഉണ്ട്, ഏത് സ്പേസിലാണ് റെൻഡർ ആവണം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. നമുക്ക് ഇതിന് മുകളിലോട്ടാക്കുക. നമ്മൾ വേണ്ട ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ഏത് രീതിയിലാണ് റെൻഡർ ചെയ്ത്, ഏത് ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത്, ഫോർമാറ്റ് ഡീറ്റെയിൽസ്. ചില സാധനങ്ങളൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ റെൻഡർ ടൈം കാണിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ എന്താണ് സംഭവം, കറക്റ്റ് ആൽഫയാണോ, എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മളെന്താ ചെയ്യുക, ഇതിനെ ക്ലിക്ക് ഇവിടെ വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഫയലെടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങൾ. ബാൻഡിങ് കൊണ്ടോ നോക്കാം. 31st MD ഉണ്ടോ, 16 ലിറ്റർ റെൻഡർ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ബാൻഡിങ് കുറവാണ്. ഉണ്ടോ? നമുക്ക് ഇതിനകത്ത് ബാൻഡിങ് എഫക്റ്റ് ഇനിയും കുറയ്ക്കണമെങ്കിൽ നമുക്കിപ്പോൾ വേണ്ട. ഇതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഔട്ടിൽ പോയി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഉണ്ടോ, ബാൻഡിങ് കുറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ഒരു എഫക്റ്റ് വരില്ല ആക്ച്വലി. ഇനി നിങ്ങൾക്ക് പിന്നെയും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഉണ്ട് ആനിമേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഈ ബാൻഡിങ് എഫക്റ്റ് ഇതിനെ വന്നിട്ടുള്ളൂ. അപ്പോൾ ബാൻഡിങ് എഫക്റ്റ് മാറണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം. Hello everyone, welcome to MT Malayalam tutorial. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഗ്രെയിൻസ് കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ റൈറ്റ് ബട്ടൺ ഈ ലെയറിന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുമ്പോൾ ഈ ലെയറിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കയറി വരും അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എഫക്റ്റ് കൺട്രോൾ എടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചെറിയൊരു നോയ്സ് അല്ലെങ്കിൽ എഫക്റ്റ് കൺട്രോൾ എടുക്കുക. ഇവിടെ സൈഡിൽ വന്നിട്ട് എഫക്റ്റ് കൺട്രോൾ ഇവിടെ വിൻഡോസിൽ പോയിട്ട് വർക്ക് സ്പേസ് നമ്മളെ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്സ് ഓക്കെ. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്രീൻസ് ആഡ് ഗ്രീൻസ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ടെസ്റ്റ് കാണിക്കണം. ഇതിനകത്ത് മാത്രം ഇങ്ങനെ ഭയങ്കര ഗ്രീൻസ് പ്ലേ അടിക്കുക. ഇവിടുന്ന്
ടൈം ലൈൻ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് പ്ലേ ചെയ്യുക. ഭയങ്കര ഗ്രെയിൻസ് അല്ലേ. അപ്പോൾ ടി വിയുടെ ഗ്രെയിൻസൊക്കെ നമുക്ക് ഇത് വെച്ചാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു 0.3. അത് കഴിഞ്ഞ ശേഷം സൈസ് നമുക്കൊരു സോഫ്റ്റ്നെസ് ഇൻറ്റൻസിറ്റി ഒരു 1, സോഫ്റ്റ്നെസ് ആസ്പെക്ട് റേഷ്യോ നമ്മൾ സോഫ്റ്റ്നെസ് നമ്മൾ 1 ഇട്ടിരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് സംഭവം. ഇൻറ്റൻസിറ്റി കുറച്ച് 0.2 അടിച്ചാലോ? വേണ്ട, 0.1 അടിക്കാം. അപ്പോൾ നമ്മൾ പ്രിവ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്കിതിൽ ഫൈനൽ ഔട്ട്പുട്ട് മീൻസ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും വരും. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ബാൻഡിങ് അതിനകത്തില്ല. ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടോ ബാൻഡിങ് ഉണ്ട്. സ്വിച്ച് നോക്കുമ്പോൾ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ മുകളിലത്തെ 2 ലെയർ മാറ്റിയിട്ട് നമ്മൾ നോക്കുക എന്താണ് സംഭവം. ഓഫ് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓഫ് ചെയ്ത് നോക്കുമ്പോൾ ബാൻഡിങ് ഉണ്ട്, റൗണ്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയുള്ളതെന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ട് അതിനകത്ത് എൻ്റെ ഈ ആഡ് ഗ്രെയിൻസ് കൊടുത്ത് ചെറിയൊരു ഗ്രെയിൻസ് കൊടുക്കുക. അത് ഗ്രെയിൻസ് കൊടുക്കുമ്പോൾ നമുക്ക് അത് മാറുന്നതാണ്. കേട്ടോ, റൗണ്ട് എക്സാക്റ്റ്ലി ഒരു ബാൻഡിങ് എല്ലാം മാറി കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ കൺട്രോൾ എന്നിട്ട് നമ്മൾ ഇത് 2 ലെയർ ഓണാക്കിയിട്ട് റെൻഡർ ക്യൂവിൽ പോവുക. MD ഇങ്ങനെ വലിച്ചെടുത്ത് ഇതിനകത്തിട്ട് കൊടുക്കുക. റെൻഡർ ക്യൂ. ഈ റെൻഡർ ക്യൂ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് റെൻഡർ ക്യൂ ഒപ്പിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, റെൻഡർ ക്യൂ. ഓക്കെ, ടിക്ക് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ബെസ്റ്റ് സെറ്റിങ്സ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ MD AP ടെസ്റ്റ്. അത് ക്ലിക്ക് ചെയ്യുക. ഇത് കോംബോ സെറ്റിങ്സ് ചെയ്യുക. ക്ലിക്ക് MD1 യെസ് കൊടുക്കുക. അതിനു മുമ്പ് നമുക്കൊന്ന് റാം പ്രിവ്യൂ ടെസ്റ്റ് ചെയ്ത് നോക്കാം. റാം പ്രിവ്യൂ ചെറിയ ഗ്രെയിൻസ് വരുന്നുണ്ടോ? ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഗ്രെയിൻസ് ഇങ്ങനെ കാണുന്നുണ്ടോ നോക്കാം. 16 റെൻഡർ ചെയ്യണത്. സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ 16 ഇട്ടുകൊണ്ടാണ് റെൻഡർ ചെയ്യണത്. അതുകൊണ്ടാണ് ഇത്രയും സ്ലോ. കണ്ടോ? ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ സൂം ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ചെറിയൊരു ഇതുണ്ട്. ഈ ചെറിയൊരു റൗണ്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ 8 ബിറ്റിലാണ് വെച്ച് വർക്ക് ചെയ്യേണ്ടത്. 8 ബിറ്റിലും റെൻഡർ ചെയ്യേണ്ടത് 16 ബിറ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ 8ൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് 16 ആവും. 16 ആവും. ഇപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് 16ൻ്റെ ഡിഫറൻസ് മനസ്സിലാവണം ഇപ്പോഴാണ്. ഓക്കെ, നമ്മൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു 1.20 0.1 എടുക്കുക. അത് 2 പ്രസ് ചെയ്താൽ ചെറിയൊരു 50% ആയി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, മാറ്റമുണ്ട്. കാരണം വെച്ചാൽ ഇനി അത് കൂടുതൽ ഈ ഗ്രെയിൻസ് ഇങ്ങനെ വർക്കുമ്പോൾ ഇങ്ങനെ എന്നുള്ള ഒരു ഗ്രെയിൻസ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് 50% കൊടുത്തത്. എന്നിട്ട് ഇപ്പുറത്ത് കൊണ്ടുവരിക, നമ്മുടെ റെൻഡർ ക്യൂവിൽ പോവുക. ഓക്കെ, എന്നിട്ട് ഇവിടെ പോവുക, ടെസ്റ്റ് നമ്മുടെ പ്രീസെറ്റ് അടിക്കുക. എന്നിട്ട് കോമ്പ് നെയിം ക്ലിക്ക്. ഒന്നുകൂടെ റെൻഡർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 16 ആണോ നോക്കി ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത റെൻഡർ. ഓക്കെ, നമുക്ക് നോക്കാം റെൻഡർ ചെയ്യുന്ന എങ്ങനെയാണ്. ആ സൈഡിലിങ്ങനെ ഒരു റൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് റെൻഡർ ചെയ്യുമ്പോൾ കാണിക്കുമ്പോൾ ഇത് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രാഫിക് കാർഡിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ റാമിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിരിക്കാം. നമുക്ക് ചെക്ക് ചെയ്യാൻ എന്താണ് സംഭവം. ഇത് ഔട്ട്പുട്ടിൽ ഇത് വരുന്നുണ്ടോ എന്ന് നമ്മൾ പ്ലേ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. മീൻസ് ആഫ്റ്റർ എഫക്ട്സിൽ ഇമ്പോർട്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കണം. യെസ്, റെൻഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മ്യൂസിക് ഒന്നുമില്ലേ, അതുപോലെ വരും. അത് കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ലൊക്കേഷൻ നോക്കുക, എവിടെയാണ് പോയെന്ന് നോക്കാറില്ല. സീഡിൽ അഡ്മിൻ ഡെസ്ക്ടോപ്പിൽ ഓട്ടോമാറ്റിക് ആ ഫയൽ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമ്മളിതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, പ്ലേ ചെയ്ത് നോക്കുക. ബാൻഡിങ് എഫക്റ്റ് ഉണ്ടോ? ഡബിൾ ക്ലിക്ക് ഫുൾ ഡ്രസ്സിൽ കറക്റ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ ഫയൽ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, താങ്ക്സ്. ഇപ്പോൾ നിങ്ങൾ ഈ വർക്ക് നിങ്ങൾ എന്തെങ്കിലും കാണുക, വർക്കെല്ലാം പ്ലേ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വർക്കെല്ലാം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഞാൻ ബിഹാൻസിൽ ചെയ്ത കുറച്ച് വർക്കുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഞാൻ ആഫ്റ്റർ എഫക്ട്സ് യൂട്യൂബിൽ തുടങ്ങിയത് നിങ്ങൾക്ക് മലയാളികൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, മലയാളത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടിയാണ്. എനിക്കറിയാം മലയാളത്തിൽ കുറേ ട്യൂട്ടോറിയൽ ആൾക്കാരുണ്ട്, പക്ഷേ എന്നാലും എൻ്റെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ക്വിക്ക് ടൈമിൽ ഓപ്പൺ ചെയ്തിട്ട് ഒന്നൊരു കൺട്രോൾ എല്ലാം പ്ലേ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ലൂപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കൺട്രോൾ എല്ലാം അടിക്കുമ്പോൾ ക്വിക്ക് ടൈമിൽ ഓട്ടോമാറ്റിക് ലൂപ്പായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ക്വിക്ക് ടൈം ഇതിനകത്ത് ബാൻഡിങ് ഒന്നുമില്ല, എല്ലാം പ്രോപ്പറാണ്, റെൻഡറിങ് എല്ലാം പെർഫെക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ മറ്റേ ആ 50% അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുത്തില്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി 100% ആക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നതാണ്. എന്തായാലും ഞാൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതും പോരാണ്ട് ഈ വർക്ക് എന്താ പറയുക, നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യണം. കുറേ പ്രാവശ്യം ചെക്ക് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെല്ലാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. താങ്ക് യു എവരി വൺ, വളരെ നന്ദി നിങ്ങൾ ഈ ഇത്രയും നേരം കണ്ടതിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. ഈ ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കും. അത് എൻ്റെ ഒരു വാക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ ഇത് ഒരു 5-6 പ്രാവശ്യം എടുത്ത് നോക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഫ്റ്റർ എഫക്ട്സിൽ ഒട്ടുമിക്ക എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ ഇനി അത് മുതൽ അടുത്ത ഞാൻ ഓരോ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇതൊരു 10 പ്രാവശ്യം നിങ്ങളിലേക്ക് 10-15 പ്രാവശ്യം നിങ്ങൾ കണ്ടാൽ മാത്രം മതി. എന്നിട്ട് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രാക്ടീസ് തന്നെയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പാട്ട് പാടുന്നതായാലും എല്ലാ കാര്യത്തിലും പ്രാക്ടീസ് ഇല്ലാതെ എക്സ്പീരിയൻസും പ്രാക്ടീസും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഇഷ്ടംപോലെ പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് നമ്മൾ ഞാൻ ചെയ്യുന്ന തരുന്ന ഓരോ ട്യൂട്ടോറിയലും നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. ഓട്ടോമാറ്റിക്കായി നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് മാറട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്, എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു എവരി വൺ, താങ്ക് യു. Hello everyone, welcome to MT Malayalam tutorial. Exclusive collection from Best Brand Brahma Women's Exclusive Wear, Payad, Thiruvananthapuram.